എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെ ഇരിപ്പില്ലല്ലോ. അയ്യോ, ഇതും കാലിയാണ്. എന്നാ പിന്നെ ഇതിൽ നോക്കാം. കൊള്ളാലോ, ആപ്പിൾ. ഞാൻ സ്പൈഡിയുടെ മുത്തശ്ശിയാണ്. ഇതെന്റെ ആപ്പിളാ. മറ്റുള്ളവർ വെച്ചിരിക്കുന്ന ആപ്പിൾ എടുത്ത് തിന്നാൻ നിനക്ക് നാണമില്ലേ? എനിക്ക് വിശപ്പും നാണവും ഒരേ സമയത്താണ് വന്നത്. പക്ഷെ ഞാൻ കൂടുതൽ മഹത്വം കൊടുത്തത് വിശപ്പിനാണ്. ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എന്നെ കടിച്ചല്ലേ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി തരാം. വലിയ ആളായിട്ട് വന്നിരിക്കുക എന്നെ കടിക്കാനായിട്ട്. എടാ പണി. അല്ല, ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചേ? അയ്യോ, ഈ ഗ്ലാസ് എന്താ കയ്യിൽ നിന്ന് മാറാത്തത്? അയ്യോ, ഇത് എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചളിയാ, രക്ഷിക്കണേ. ഇതെന്താ ഈ റൂമിന് പറ്റിയത്? ഇങ്ങനെ ഇരിക്കുന്നല്ലോ. ഈ മുറി അധികം ഉപയോഗിക്കാത്തോണ്ടായിരിക്കും. ഇത് അതുകൊണ്ടൊന്നും അല്ല. ഇത് 8 കാലി വലയാ, 8 കാലി വല. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് 8 കാലിയുടെ വലയാണ്. പഴയ സാധനങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഹണിയുടെ തലക്കകത്താണെങ്കിൽ ഇത് ആവശ്യത്തിന് കാണും. ഹണി, നിനക്ക് എന്താ പറ്റിയത്? കുറച്ചു നേരം മുമ്പ് എന്നെ ഒരു 8 കാലി കടിച്ചു. എനിക്ക് തോന്നുന്നത് അതിന്റെ കഴിവ് എനിക്കും കിട്ടിയെന്നാണ്. ഞാനിപ്പോ ഒരു 8 കാലി മനുഷ്യനായി മാറിയിരിക്കുകയാണ്. അടിപൊളി. ഇവനിപ്പോ പൂച്ച മനുഷ്യനായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഇനി എങ്ങനെ ഇവനെ പഴയതുപോലെ ആക്കും? ഇനി ഇവന് ആര്യവേപ്പും കിഴങ്ങുകളുടെ വേരും തൊട്ടാവടിയുടെ തൊലിയും പേരയുടെ ഇലയും ആടലോടത്തിന്റെ നീര് ചേർത്ത് കൊടുക്കണം. എടാ സുവർദാറെ, ഇത് മരുന്നാണോ? അല്ല, ഇതെല്ലാം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും. അതോടുകൂടി 8 കാലി കടിച്ച വിഷത്തിന്റെ വീര്യം കുറഞ്ഞു കിട്ടും. വരൂ, ഇതൊക്കെ നമുക്ക് പോയി മേടിച്ചോണ്ട് വരാം. ദേ, പച്ചക്കറിക്കട എവിടെയുണ്ട്? എന്താ വിളിച്ച? ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ടാണോ പച്ചക്കറി വിളിക്കുന്നത്? അതെ, നമ്മൾ വന്ന കാര്യം ചോദിക്കാൻ നോക്ക്. വല്യച്ഛനെന്താ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്? അതെ വലിയച്ഛ, ഇതിന്റെ വാതിലൊന്ന് തുറക്കാമോ? എന്താ പിള്ളേരെ, എന്താ നിങ്ങൾക്ക് വേണ്ടേ? പറഞ്ഞോ. വലിയച്ഛ, ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വേണം. എനിക്കിപ്പോ ഒരു 2 കിലോ ഉള്ളി വേണം. ബാക്കി പച്ചക്കറികൾ 2 കിലോ വീതം എടുത്തോ ഇപ്പൊ തന്നെ. കുറച്ച് തമാശ ഒപ്പിച്ചാലോ? എന്റെ വലിയ എളിയൻ എന്തിനാ തല്ലിയത്? നിന്നെയൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. നല്ല ഒന്നാന്തരം ക്യാരറ്റ്. ഞാൻ എത്ര നേരമായി ഇത് അന്വേഷിക്കായിരുന്നു. എന്നെ കളിയാക്കുന്നോടാ നീ? നിക്ക്, ഇപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തരാം. കൊള്ളാലോ, ഇപ്പൊ കറക്റ്റ് വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെയുണ്ട്. എടാ, പച്ചക്കറി വലിച്ചെറിയരുത്. പച്ചക്കറി ഒരിക്കലും ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതെല്ലാം ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കി തരാം. പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? ഇതാ പിടിച്ചോ.
അങ്ങനെയല്ല ജോലിയും കഴിഞ്ഞു. അടിച്ചു പൊളിച്ചു തിമിർത്തു. പച്ചക്കറിയെല്ലാം പെട്ടിയിലുമായി, കുട്ടിക്കുരങ്ങന്മാരെല്ലാം വലയിലുമായി. പിള്ളേരെ, നമ്മൾ മുറുക്കുമ്പോൾ കഴിക്കുന്ന സാധനമാണ് പാക്ക്. അടുത്ത് ആനിമൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാരും അങ്ങോട്ടേക്ക് വന്നേക്ക്. 10 രൂപ 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 10 രൂപ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ടിക്കറ്റിന് ഇത്രയും വില കുറവാ. അയ്യോ, ഞാൻ പറഞ്ഞത് ടിക്കറ്റിന്റെ കാശല്ല. അതായത് എന്റെ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ താഴെ പോയി. അതാരെങ്കിലും കണ്ടോന്ന് വിളിച്ച് ചോദിച്ചതാ. വരൂ, ഞാൻ നിങ്ങളെ ഇവിടെ ഗൈഡ് ചെയ്യാം. എന്തേ മൈസെൽഫ് എട്ടുകാലി മനുഷ്യൻ. മിണ്ടരുത്. നിങ്ങൾ എന്റെ പുറകെ വാ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത ഖന്ന സാർ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല. ഖന്ന സാർ വരുന്നത് വരെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാന്നേ. ഉം. ചേട്ടന് ഒരുപാട് കൈയുണ്ടല്ലോ. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളുടെയും പുറകിൽ ചേട്ടന് ഈ ചുവന്ന കൈ ഉണ്ടാവുമല്ലേ? ഇത് അതുകൊണ്ടൊന്നും അല്ല. ഇത് 8 കാലി വരെയാ. 8 കാലി വരെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. അല്ല, നീ എപ്പോഴാ സീ ആനിമലായി മാറിയത്? ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ഞാൻ വെള്ളത്തിൽ വീണു. 5 മിനിറ്റ് നേരം വെള്ളത്തിൽ തന്നെ ആയിരുന്നു. അപ്പോഴാ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഞാനും ഒരു സീ ആനിമൽ ആയിക്കൂടാന്ന്. അതുകൊണ്ട് പാർട്ട് ടൈം ജോലിയായി ഇതും ചെയ്യും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എല്ലാവരും എക്സിബിഷൻ കണ്ടതും കേട്ടതൊക്കെ മതി. ഇനി ഇവിടെ ഒരു എക്സിബിഷനും ഇല്ല, പകരം കവർച്ചയാണ് നടക്കുന്നത്. നഗരത്തിലെ എല്ലാ സാധനങ്ങളും മോഷ്ടിക്കും. അത് ടി വി ആയാലും ഫ്രിഡ്ജ് ആയാലും എന്തൊലക്കയുടെ മൂടായാലും. നിങ്ങളുടെ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങളൊരു കവർച്ചക്കാരനാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. എടാ, അത് തന്നെയല്ലടാ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ നഗരം കയ്യേറി ഇത് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പർദീസയാക്കി മാറ്റും ഞാൻ. എന്നാ പിന്നെ പണി തുടങ്ങിക്കോ. അനു, സിനു, ബിനു, സതീഷ്, സുനീഷ്, സുരേഷ്, ചന്ദ്ര, ഇന്ദ്ര, മഹേന്ദ്ര, മോനച്ച, തങ്കച്ച, റോയിച്ച. ആദ്യം നിങ്ങളെ കെട്ടിയിടും. പിന്നെ അടിയോടടി അടിയോടി. ഇതാ ഞാനും വരുന്നു. സോറി. എന്നെ 8 കാലി കടിച്ചു. അപ്പോഴെനിക്ക് സൂപ്പർ പവർ കിട്ടി. അങ്ങനെ ഞാൻ 8 കാലി മനുഷ്യനായി. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അഥവാ അങ്ങനെ ആരെങ്കിലും ഒക്കെ സൂപ്പർ പവർ ഉള്ളവരായി മാറിയിരുന്നെങ്കിലേ ഞാനൊക്കെ ഇവിടെ ദിവസവും ഷൂന്ന് വലയും കെട്ടി വിലസി നടന്നേനെ. അല്ല, അതിരിക്കട്ടെ, എന്ത് സ്വപ്നമാണ് നീ കണ്ടത്? അത് നാളെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ പറയാം.